ഈ കാണുന്നതെന്തോ അതിശയമേ. അപ്പൊ ശ്രദ്ധിക്കുക, കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ മന്നായിട്ട് വച്ചവൻ പാത്രം, അകരോന്റെ തളർത്ത പടി, നിയമത്തിന്റെ കൽപ്പലക. അത് പെട്ടകത്തിനകത്ത്, പെട്ടകം വണ്ടിയെ കെട്ടി, കാളയെ കെട്ടി, ബിരുദന്മാരെ, പാട്ടുകാരെ, ഉസായുണ്ട്, ദാവീദുണ്ടാക്കിയുണ്ട്, അടിച്ച് പാടി തുള്ളി തുള്ളി ചാടി നാഗോന്റെ കളത്തിലോട്ട് അടിച്ച് പെരുകുക. ഉണ്ടേത് പറഞ്ഞ് നമ്മൾ പറഞ്ഞ അടുത്ത കാലത്ത് ഇതുപോലൊരു വർഷിപ്പ് അടിച്ച് മിന്നുക. മൊത്തം ബിരുദന്മാരും, കൊട തെറ്റിയവനും, കള്ളപ്പണം മേടിക്കുന്നതിനും, ബലിജക്കാരനും, കൂട്ടുബലിജക്കാരനും, അതിന് മാദ്യം കേസിന് പോകുന്നതിനും, വഴക്കുണ്ടാക്കുന്നവനും, കോടതി പോയവനൊക്കെ ആയി കടന്ന് തുള്ളുന്നേ. മര്യാദക്കാരെല്ലാം മിണ്ടായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനിയൊരു മേഖലയുടെ കൺവെൻഷന് വിളിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. മതി, ഒറ്റ മേഖല മതി, കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം, ദൈവത്തെ പ്രസാദിപ്പിച്ചാ പോരായോ? വിളിച്ച ദൈവം, ഞാൻ തീച്ചൂളക്കകത്തൂടാ വന്നത്, അതുകൊണ്ട് എന്നെ ഇങ്ങനെ കിളത്തിയെന്നാരും പറയണ്ട, ദൈവം എന്നെ ഉയർത്തിയതാ. അല്ല, അതൊന്നും മഹത്വമെല്ലാം ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന് യോഗ്യൻ ദൈവം. അപ്പം ഈ നാഗോന്റെ കളത്തിൽ കയറി അടിച്ചു തുള്ളി പാടുക. നാഗോന്റെ കളത്തിൽ കയറിയപ്പോ കാള വരണ്ടു. കാളക്കറിയാ വണ്ടി എന്നാ, പ്രമാണം എന്നാ, പെട്ടകം എന്നാ, മന്ന എന്നാ, വടി എന്നാന്ന്, പാത്രം എന്നാന്ന്. കാളയ്ക്ക് വല്ല മൂരിക്കാളയ്ക്ക് വിവരം വല്ലതും ഉണ്ടോടാ? സഭയ്ക്കകത്തല്ല ഇപ്പൊ മൂരി ഇഷ്ടം പോലെ ഉണ്ടെന്ന്. മൂരിക്കാളയാ കമ്മിറ്റി കയറിയേക്കുന്നത്. അഭിഷേകം പ്രാപിക്കാത്തവനാ, അവന് വല്ല ബോധവും പൊക്കണമുണ്ടോ? ആരാധന എന്ന് പറഞ്ഞ് അവന് വല്ലതും മനസ്സിലാകുമോ? പ്രാർത്ഥന എന്ന് പറഞ്ഞ് അവന് വല്ലതും തിരിയുമോ? നിങ്ങളുടെ കാര്യം അല്ല, പിന്നെ അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തന്നെ. പിന്നെ അങ്ങനൊക്കെ തന്നെ. കുമ്പനാട്ടുകാരൻ ഞാൻ കുമ്പനാട്ട് കേട്ടൊന്ന് പറഞ്ഞോളാം. ആലപ്പുഴയിലെ കാര്യം അവിടെ ചെന്ന് പറഞ്ഞു. ഇത് നിലമ്പൂരാ, ഇവിടുത്തെ കാര്യം തന്നെ പറയാൻ, അല്ല പുറത്തുള്ള കാര്യമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിനകത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, പ്രമാണം കാക്കുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട്, ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാഗോന്റെ കളത്തിൽ കയറിയപ്പോ കാള വരണ്ട. കാളയ്ക്ക് വണ്ടിയും വല്ലതും ഉണ്ടോ? കാള വരണ്ടപ്പം വണ്ടി ഇളകി. വണ്ടി ഇളകിയപ്പോ പെട്ടകമനങ്ങി. ഉസാ പെട്ടകത്തെ കയറി വട്ടം പിടിച്ചവൻ തട്ടിപ്പോയി. ദാവീദ് ഞെട്ടിപ്പോയി. ദാവീദ് പറഞ്ഞു, മന്നയും വേണ്ട, വടിയും വേണ്ട, ഒന്നും. അപ്പോൾ ചോദിച്ചു, പിന്നെ അങ്ങോട്ട്, എടാ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോകാൻ? എവിടോട്ടേലും. അച്ഛനെനിക്കോ ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് വന്ന. ഞാൻ തന്നെ പറഞ്ഞു, എങ്ങോട്ടേലും. എടി എങ്ങോട്ട് കൊണ്ടുപോകാൻ? അണ്ട് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. നോക്കിയപ്പം ഓബേദേദോമിൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എടുത്ത അങ്ങോട്ട് വെച്ച് അതിന് നശിക്കാൻ കൊണ്ട് കയറ്റിയതാ. പക്ഷെ അവനത് ഗുണമായി. ഓബേദേദോമിൻ്റെ വീട്ടിലോട്ട്. അതിൻ്റെ ചരിത്രം, ഈ നശിക്കാൻ കൊണ്ട് വെച്ചത് ഓബേദേദോം എന്ന് പറഞ്ഞത് കോരകിൻ്റെ കൊച്ചുമോനാന്നാ. കോരകിനൊരു മകനുണ്ടായിരുന്നത് യെദുത്തൂൻ്റെ മകനാണ് ഓബേദേദോം. അപ്പൊ അങ്ങോട്ട് വെക്കാൻ ദാവീദ് ബുദ്ധിയുള്ള ആളാ. ദാവീദിന് ഭയങ്കര ബുദ്ധിയല്ലയോ? അപ്പൊ ദാവീദ് അങ്ങോട്ട് വെക്കടാന്ന് പറഞ്ഞു. കാരണം പോകുകയാണെങ്കിൽ ഈ കൈക്ക് അവൻ അങ്ങ്. അതിന്റെ കാരണം ഇവർക്ക് ഈ പാരമ്പര്യമായിട്ടൊരു സൂക്കേടുണ്ട്, വഴക്കുണ്ടാക്കും. ചില സമയം പാരമ്പര്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന ചില കുടുംബക്കാരുണ്ട്. ചില പിള്ളേര് വഴക്കുണ്ടാക്കുമ്പം പ്രായമുള്ളൊരു അവൻ്റെ അപ്പൻ കുഞ്ഞുഞ്ഞത് തന്നെയായിരുന്നു പാരമ്പര്യമായിട്ട്. അപ്പൊ പഴയ ആൾക്കാർ പറയും, അയ്യോ അവൻ്റെ വല്യപ്പൻ കുഞ്ഞൂട്ടിച്ചായനും. അപ്പൊ ഈ പാരമ്പര്യമായിട്ട് വഴക്കാളികളാണ്. അപ്പൊ ദാവീദ് ഇവരെ മുടക്കാനും ഒക്കത്തില്ല. അവരെ നമ്മൾ മുടക്കാൻ ചെന്നാൽ അവര് നമ്മളെ മൊത്തത്തിൽ മുടക്കും. കാരണം ഇവർക്ക് പിടിയുള്ളവരാ. അതുകൊണ്ട് പിന്നെ ദാവീദ് ഓർത്ത് ഇവനെ ഒതുക്കാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാ, എടാ തൊടുന്നവനെല്ലാം തട്ടിപ്പോവാ. അന്ന് അങ്ങോട്ട് വെച്ചോ തീരുകയാണ്. നശിക്കാനാകൊണ്ട് കയറ്റിയെങ്കിലും അവനത് അനുഗ്രഹമായി. എന്റെ ഭാഷ പറഞ്ഞ വല്യപ്പന്റെ സ്വഭാവമല്ലായിരുന്നു കൊച്ചുമോനവൻ കൃപയുള്ളവനാ. സന്തോഷത്തോടെ ഇതങ്ങ് സ്വീകരിച്ചു. എന്തിനേറെ 3 മാസമേ വെച്ചുള്ള അവനെ അവനുള്ളതെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഇതെടുക്കേണ്ടതുപോലെ എടുത്താൽ, ചുമക്കേണ്ടതുപോലെ ചുമന്നാൽ, കൊണ്ടുപോകേണ്ടതുപോലെ കൊണ്ടുപോയാൽ നിന്നെ സന്തതിയും ദൈവം അനുഗ്രഹിക്കും. ഇതെടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല. ഇത് ചുമന്നവർക്ക് ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പോളേ പാസ്റ്റർമാർ ചിലരെ സ്റ്റേജേ വരുമ്പം ബൈബിള് കൊണ്ടുവരികയല്ല. ഇതാണല്ലോ എന്നിട്ട് പന്നി മാന്തും പോലെ നിന്ന് നല്ല മുളവടി കിട്ടും, കല്ലമുള കൊടുക്കണം. പുറന്ന് നമുക്ക് പ്രമാണമില്ലല്ലോ. നമുക്ക് പ്രമാണം ഏതാണ്ടൊരു പ്രമാണം ഉണ്ടെന്ന് തോന്നുന്നു. ചാട്ടമാറെടുത്തെന്നോ
അങ്ങനെ ഒരു ചെറിയ ഇതുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒരു ശുശ്രൂഷയിൽ നിൽക്കുമ്പം വേറെ പുസ്തകം എടുക്കുന്നത് ആ യോഗ്യതയും ഭൂഷണവും മാന്യതയും. ഒരു കൂറയില്ലാതെ തെണ്ടി നടന്നവനെല്ലാം ദൈവം നന്മ കൊടുത്തത് പുസ്തകം എടുത്തത് കൊണ്ടാ. ഇപ്പൊ പുസ്തകം വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. ഇതിന് മാന്യത കൊടുത്താൽ ദൈവം നിന്നെ മാനിക്കും. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടുന്നേക്കാൾ പാതയ്ക്കു ദീപവും ആത്മാവിൻ വള്ളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും പാരിലിതുപോലും മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. അത്രയും കേട്ടാ മതി. സ്വോത്രം പറയാതിരിക്കല്ലേ. അത്രയൊക്കെ കേട്ടാ മതി. ദൈവത്തിന് മഹത്വം. ഇതാ നമ്മളെ ഇത്രത്തോളം ഉയർത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരാംശം ഇങ്ങനെ പെട്ടകം പട്ടണത്തിൽ വന്നപ്പോൾ 2-ാം വരവ്, പെട്ടകം 2ാമത് കൊണ്ടുവന്ന് വിസ്തരിക്കാൻ നേരമില്ല. 2ാമത്തെ വരവിൽ ദാവീദ് പഞ്ഞി നൂലങ്കി കൊണ്ടുള്ള അങ്കി ധരിച്ച് കുതിച്ച് നൃത്തം ചെയ്തു. ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്നേരം ദാവീദിന്റെ ഭാര്യ പറഞ്ഞു, അച്ചായൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് കാണുക ഇങ്ങനെ അനാവൃതനാക്കി വർഷിപ്പൊന്നും. നമ്മൾ റോയൽ ഫാമിലിയാണ്, അരിസ്റ്റോക്രാറ്റ് എന്ന ഒരു ട്രങ്കുമായിട്ട് പണ്ടിരുങ്ങാണ്ട് ഇങ്ങോട്ട് വന്നതാ. കാര്യം പറയാൻ തന്നെ ഒരു നല്ല ചപ്പല് പോലും ഇപ്പോഴല്ലയോ നിന്റെ അരിസ്റ്റോക്രാറ്റ്സ് ഗോത്രം. വണ്ടിയും സൈക്കിളും ഇല്ലാന്ന് VT ജോസഫ് അപ്പച്ചനെ പത്തനംതിട്ട വീട്ടിൽ നിന്ന് വിളവിനാ വീട്ടിൽ നിന്ന് നടന്ന് ഊപ്പാട് വന്ന് തിരുവനന്തപുരത്ത് ചെന്നാ ഞാനും കേട്ടത്. അദ്ദേഹവും പറഞ്ഞത് അത് പരമാർത്ഥമാണ്. ചോദിച്ചാ സ്വോത്രം. അങ്ങനെ ഈ വേല നടത്തിയത് ദൈവത്തെ സേവിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ നന്മ മുഴുവൻ. എന്നാലും അഹങ്കരിക്കരുത്. ഞാനും നിങ്ങളും. ഈ നമ്മുടെ ഇടയിൽ അഹങ്കാരമുള്ള ധാരാളം എണ്ണം ഉണ്ട്. ഞാനൊരിക്കലെ കുമ്പനാട്ട് നിൽക്കുമ്പോഴേ ഒരു ദൈവദാസന്റെ ഭാര്യ ഇച്ചിരി അഹങ്കാരിയാണ്. അപ്പം നേരത്തെ എവിടോ ഇരുന്ന സഭയിലെ വിശ്വാസി വന്ന് അപ്പോൾ ഒരു കാറുമൊക്കെ കിട്ടി. ഇവളിങ്ങനെ കാറിനകത്ത് ഇരിക്കുക. എല്ലാ സഹോദരിമാരും കുഴപ്പടിയല്ല, നല്ല സഹോദരിമാരുണ്ട്. എന്നാൽ ഇടയ്ക്കല്ല. അപ്പോൾ ഇച്ചിരി അഹങ്കാരിയാ. മുടിയെല്ലാം ഇങ്ങനെ പൊക്കി കെട്ടി ചെമ്പോയി കച്ചി കൊണ്ടുപോകുമ്പോൾ ഒരു 10-12 സ്ലൈഡും ഒക്കെ വെച്ച് ഇങ്ങനെ. അപ്പം മുൻകാലങ്ങളിൽ എവിടെ ഇരുന്ന സഭയിലെ സാധുവർഗത്തിൽപ്പെട്ട 2 സഹോദരിമാർ വന്ന് സംസാരിക്കാൻ അടുത്ത് വന്നപ്പം ഇവക്ക് സംസാരിക്കാൻ മേല. അപ്പം ഞാനത് നോട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം വലിയ വീട്ടിലെ കൊച്ചമ്മമാർ 3-4 എണ്ണം വന്നപ്പോൾ ഡോറ് തുറന്ന് ഇവളെ ഇറങ്ങി. ഉണ്ടോ? വണ്ടി മേടിച്ചതോ വീട് വെച്ചതിന് ഞാൻ എതിരല്ല. എല്ലാവർക്കും വണ്ടിയും വീടും കിട്ടട്ടെ. പക്ഷേ അഹങ്കരിക്കരുത്. ദൈവം നമ്മെ നടത്തിയ വിധം ഒന്നും മറക്കരുത്. ഞാൻ മിക്കയിടത്തും പറയും അനുഭവത്തിൽ നിന്നാ. ഞാൻ വേറൊരു ദൈവദാസനും കുടുംബവും ഞാനും കൂടെ യാത്ര ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഞാൻ വേറെ 2 ദൈവദാസന്മാരും വണ്ടി ഓടിക്കുന്ന സഹോദരൻ സാമുണ്ട്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ അവരുടെ കൂടെ ദൂരെ യാത്രയ്ക്ക് പോവുക. എനിക്കും ശുശ്രൂഷയുണ്ട്. അപ്പം അവരുടെ വണ്ടിയല്ലേ. അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ റോഡിൽ കൂടെ ഒരു ദൈവദാസൻ ട്രാക്റ്റുമൊക്കെ കൊടുത്തേച്ച് നടന്നു വരുന്നു. ഒരു സാധുവായ മനുഷ്യനെ. അപ്പം ഈ വണ്ടിക്കകത്തിരുന്ന സഹോദരൻ പറഞ്ഞു, ഈ ഒരു ദൈവദാസനാണല്ലോ പോകുന്നത്. ഉടനെ ഇവൾ എടുത്ത വായുടെ പറയോ, ഓ അയാൾ ഇങ്ങനെ തെണ്ടി നടക്കുന്നവനാണ്. ആ ഭാഷ പാടില്ലായിരുന്നു. അഹങ്കാരത്തിൻ്റെ കൂടുതലാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സൂക്കേടുണ്ടാകും. എൻ്റെ സൂക്കേട് കൊണ്ടാണ് പല വഴികളും അടഞ്ഞത്. അത് വേറൊരു വിഷയം. എന്നാലും എനിക്ക് സൂക്കേടുണ്ട്. ഇവള് പറയാ അയാളിങ്ങനെ തെണ്ടി കിടക്കാം. ഞാൻ പറഞ്ഞു, സാമയെ വണ്ടി നിർത്തടാ. വണ്ടി നിർത്തി. ഞാൻ പറഞ്ഞു, അയാളും തെണ്ടി നമ്മളും തെണ്ടി. അയാൾ റോഡിൽ നടന്ന് തെണ്ടുന്നു, നമ്മൾ കാറിൽ പോയി തെണ്ടുന്നു. അയാൾ മുണ്ടെടുത്തോണ്ട് തെണ്ടുന്നു, നമ്മൾ പാൻറ്റിട്ടുകൊണ്ട് പോയി തെണ്ടുന്നു. അയാൾ കേരളത്തിൽ തെണ്ടുന്നു, നമ്മൾ അമേരിക്കയിലും ഗൾഫിലും പോയി തെണ്ടുന്നു. അയാൾ തെണ്ടി 50 രൂപ മേടിക്കുന്നു, നമ്മൾ തെണ്ടി 50 ലക്ഷം മേടിക്കുന്നു. അയാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തെണ്ടി, നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള തെണ്ടി. അയാൾ സൈക്കിളിൽ പോയി തെണ്ടുന്നു, നമ്മൾ വിമാനത്തിൽ പോയി തെണ്ടുന്നു. അയാളുടെ ഭാര്യയും തെണ്ടിയുടെ ഭാര്യ, നമ്മുടെ ഭാര്യയും തെണ്ടിയുടെ ഭാര്യ. എല്ലാവരും തെണ്ടി, മൊത്തം തെണ്ടി. വണ്ടി വിടറാന്ന് പറഞ്ഞു. അവിടെ സൂക്കേട് അന്ന് തീർന്നു. പ്രൈസ് ദി ലോർഡ്.
നിങ്ങളിപ്പോൾ പറയുക, അയ്യോ യാതൊരു വിവരമില്ലാത്തവനെയാണല്ലോ നമ്മുടെ മഹായോഗത്തിനൊടുവിൽ ഇന്ന് ഞാൻ തന്നെ ഇവിടെ വരേണ്ടത്, വേറെ ആര് വന്നാൽ കേൾക്കുകയല്ല. ദൈവം എന്നെ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. ദൈവം എൻ്റെ മേൽ പ്രത്യേക അഭിഷേകം തന്നിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരുടെ മുഖം നോക്കത്തില്ല, കർത്താവിന് മുഖത്ത് ആരുടെ ഒപ്പീസും എനിക്ക് വേണ്ട. എനിക്ക് ശയന പ്രദർശനം നടത്താൻ ഓച്ചാനിച്ച് നിൽക്കാനൊന്നും നേരമില്ല. അവൻ പെട്ടെന്ന് വേല തീർച്ച എനിക്ക് ഇപ്പം അങ്ങോട്ട് അങ്ങ് പോകണം, അത്യാഗ്രഹമുള്ളു. അതുകൊണ്ട് എട്ടമ്പലം നോക്കുന്നില്ല, നേരെ നെടുകെ അങ്ങ് പോകുക കർത്താവിന് മുഖത്ത്. ഇവിടെ ആരുടെ അഭിപ്രായം വേണ്ട, നന്നെന്നും പറയണ്ട, മോശം ഒന്നും കേൾക്കാൻ എനിക്ക് നേരമില്ല. എന്നെ ഏൽപ്പിച്ച കാര്യം പറയുക, വീട്ടിൽ പോവുക. സ്തോത്രം. അഹങ്കരിക്കരുത്. ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നു. ആരാധനയ്ക്ക് പൊസിഷൻ തടസ്സമല്ല. ദാവീദ് കുതിച്ചു നിർത്താൻ ചെയ്തപ്പോൾ മീകള് നിന്ദിച്ചു. നീ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർഷിപ്പ്. അവൻ പറഞ്ഞടി, നിന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ വനാന്തര ഭാഗത്ത് പുൽപ്പുറത്തായിരുന്നു, എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാ, എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം ഉയർത്തി. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യാതൊരു യോഗ്യതയും അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നു, പിന്നാലെ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ എന്ന ആലോചന കേൾക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങളും അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കമ്പിവാചകം പോലെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ വേറൊരു സബ്ജക്റ്റ് പ്രസംഗിക്കണം, സമയം ഏറെ തരാൻ എന്നോട് പറഞ്ഞു. ഞാനാ വൈകി വന്നത്, എങ്കിലും അതെടുത്ത് പറയാൻ സമയം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഈ വാക്യം പ്രകാശിച്ചത് കൊണ്ട് വായിപ്പിച്ചത്. യൂദയുടെ ലേഖനം 14:15 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു തരാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്വതയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിച്ചു എന്നാണ് യൂദ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ ഹാനോക്ക് പ്രവചിച്ചതായിട്ട് യാതൊരു രേഖയില്ല. ഹാനോക്കിനെ പറ്റി ചെറിയൊരു ഖണ്ഡിക 5:21 ഉൽപ്പത്തി, അവിടെ പ്രവചിച്ചതായിട്ടൊന്നും രേഖയില്ല. 5:21 ഉൽപ്പത്തി 5:21 മുതലേ ആ ചെറിയ ഖണ്ഡിക. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശേലഹിനെ ജനിപ്പിച്ചു. മെഥൂശേലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനായി കാണാതെയായി. ശ്രദ്ധിച്ചേ, ഒരു ഉപദേശം കൂടെ സ്ഥാപിച്ചൊന്ന് കണ്ണിച്ചേച്ചും കൂടെ പോകാം. ഈ വാക്യം ഇത്ര ക്ലിപ്തമായിട്ട് കിടക്കുന്നത് കൊണ്ട് കർത്താവിനോടുകൂടെ നടക്കുന്നതും കർത്തൃ ശുശ്രൂഷയ്ക്ക് കുടുംബജീവിതം തടസ്സമല്ല. അല്ലെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അടുത്തുണ്ട്, ഞങ്ങളുടെ ഏരിയയിലും ഉണ്ട്. അതൊക്കെ അറിയായ്മയില്ല, അറിയാത്ത കൊണ്ട് പറയുന്നതാ. വരം ലഭിച്ചവർ ചെയ്യട്ടെ, എല്ലാവർക്കും ഒന്നും വരമൊന്നുമില്ല. വരത്തിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറയുന്നൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ കർത്താവിനോട് കൂടെ നടക്കുന്നതിനും കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നതിന് കുടുംബജീവിതം തടസ്സമല്ല. 300 കൊല്ലമാ കൂടെ നടന്നേ. അപ്പൊ ഈ വാക്യത്തിൽ ഹാനോക്ക് പ്രവചിച്ചതായിട്ട് യാതൊരു രേഖയില്ല. എന്നാൽ യൂദ പറയുകയാണ് ഹാനോക്ക് പ്രവചിച്ചു. ഈ പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. കമ്പിവാചകം പോലെ പോകാം. ഈ യൂദയുടെ ലേഖനം ആരാ എഴുതിയത്? യൂദ. ഏത് യൂദ എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. 1-ാം വാക്യം വായിക്കാം, ചടികടാന്ന് വാക്യം വായിച്ചോണം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമാകുന്ന യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു മറുപടി പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. ഞാൻ വിസ്തരിച്ചു പോകേണ്ടതാ, പോയിന്റുകൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാം. യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. ഇനി ഈ യൂദ ഈ ലേഖനം എഴുതാനുള്ളതിന്റെ മെയിൻ കാരണം രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാൻ ആ യൂദ തുനിഞ്ഞെങ്കിലും എഴുത്ത് ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ഈ രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാൻ ആരംഭിച്ചപ്പോഴേ ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. അവർ കയറിയതിനെ പറ്റി ഒരു പദം മുഴഞ്ഞു വന്നെന്ന 3-4 വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് നമുക്ക് തോന്നി നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക,
ഈ 3-4 വാക്യത്തിൽ രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാൻ പൊതുവിലുള്ള രക്ഷ ഈ കൺവെൻഷനാ സുവിശേഷ യോഗമാ എങ്കിലും പറയണമല്ലോ. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം യേശു ക്രിസ്തു മാത്രം. രക്ഷിക്കപ്പെടാൻ ഒറ്റ നാമം, യേശുവിന്റെ പരിശുദ്ധ നാമം മാത്രം. ഹൈന്ദവരോ അക്രൈസ്തവരോ സമുദായസ്ഥരോ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ അമ്പലത്തിൽ നിന്ന് രക്ഷിച്ചയാളാ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ചകാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാ യേശു ക്രിസ്തു മാത്രം. കാശ് കൊടുത്തതുകൊണ്ടോ കൺവെൻഷന് കാശ് കൊടുത്തത് കൊണ്ടോ ആമെ സ്ഥലമൊരുക്കി കൊടുത്താലൊന്നും രക്ഷിക്കപ്പെടത്തില്ല. ഉപദേശിമാർക്ക് ചാപ്പാട് കൊടുത്തുണ്ടോ, പള്ളിക്ക് കുരിശം തൊട്ടി പണിത് കൊടുത്തുണ്ടോ, പള്ളി പണിയാൻ കാശ് കൊടുത്തുണ്ടോ, കന്യദേശിമാരുള്ളത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ഈ സാധാരണ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 അതെന്തിനാന്ന് ചോദിച്ചാൽ അമ്മമാർക്കറിയാം. പുട്ടിനിടെ പീരയിടുന്ന എന്തിനാ പറ. ആവി പെട്ടെന്ന് വരികയും ചെയ്യും, ഒരു ടേസ്റ്റും ഉണ്ടാകും. തേങ്ങ തന്നെ ആയാൽ കുഴപ്പമാ, പൊടി തന്നെ ആയാലും കുഴപ്പമാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2 പീര. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു സന്തോഷം ഉണ്ടാകണം. കാരണം നാം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമുക്കുണ്ട്. സ്തോത്രം. കാരണം യേശു ഉള്ളത്തിലുള്ളത് കൊണ്ടാണ്. അപ്പം രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം. സുവിശേഷം എന്ന് പറഞ്ഞത് പെന്തിക്കോസുകാരെ കണ്ടുപിടിച്ച മാർഗമല്ല. സുവിശേഷം ഒരു മരക്കാരുടെ കുത്തകയല്ല. സുവിശേഷം ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗം അകമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. അപ്പോൾ സുവിശേഷത്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. രക്ഷിക്കപ്പെടാൻ 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈല് നടക്കണ്ട. ഇങ്ങനെ വെളുത്തത് തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കറുത്തത് തന്നെ ഉടുക്കണമെന്നും നിർബന്ധമില്ല. മഞ്ഞ തന്നെ വേണമെന്നും നിർബന്ധമില്ല. ചുമന്നത് തന്നെ വേണമെന്നും നിർബന്ധം. പിന്നെ എന്തേലും വേണമെന്നേ ഉള്ളൂ. അയ്യോ, ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ നടപ്പും കണ്ട യാതൊരു മാന്യതയില്ല. ഇറുകിപ്പറ്റിയ വസ്ത്രം ഇക്കിളിപ്പെടുത്തുന്നത്, ത്രസിപ്പിക്കുന്നത്, പുരിയം മടിച്ച് ലിപ്റ്റിക് ഇട്ട് ചുരിദാറിൻ്റെ ഇവിടുന്ന് കീറി, പിന്നെ സ്പ്രിങ് വർഷിപ്പിന് അവൾ വന്ന് നിൽക്കുക. സ്പ്രിങ് എന്നിട്ട് എവളാ പാടുന്നത്? ലോകമെനിക്ക് എൻ്റെ കണ്ണും നെട്ടിയിലെങ്ങാനും വന്ന നിനക്കും സുഖവാ, നിന്റെ അമ്മയ്ക്കും സുഖവാ. ബാക്കി ഇന്ന് അടുത്ത പ്രസംഗം നല്ല സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞോണം. നമ്മൾ സ്റ്റാൻഡേർഡ് ഇല്ലാതെ അടിക്കുക. പിന്നെ ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ പോകും. അത് അച്ഛനോട് നമ്മളവിടെ വെച്ച് പറഞ്ഞല്ലേ അങ്ങനെ ബാക്കി കൊടുത്തോണം, നന്നായിട്ട് കൊടുത്തോണം. അപ്പം ഞാൻ പോകുന്നത് നാളെ ചാനോടി IPC സഭായവുമായിട്ട് മേലിയ കൺവെൻഷൻ ഉണ്ട്. അതുകൊണ്ട് പിണങ്ങി പോകുകയല്ല, അങ്ങനെ ഒന്നും ധരിക്കരുത്. അടി കൊടുത്ത് വെച്ചേ പോകാവുള്ളൂ. ബാക്കി നമുക്ക് അവിടെ വെച്ച് പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യോഗ്യമില്ലാത്ത വസ്ത്രം ധരിക്കുക ഒറ്റൊരുത്തനെ സ്റ്റേജാ കയറ്റരുത്. ഇറുകിപ്പറ്റിയ ഇൻ ചെയ്യുന്ന പാപമല്ല, നല്ലതാ. പക്ഷെ ഇറുകിപ്പറ്റിയ പാണ്ടിട്ട് ഇൻ ചെയ്ത് സ്റ്റേജായിരിക്കരുത്. കാരണം പണ്ട് ചില പാസ്റ്റർമാരുണ്ട്, ഇൻ ചെയ്തവരെ സ്റ്റേജ് ഇരുത്തുക. എന്നിട്ട് അവർ അമേരിക്ക പോയി ഇൻ ചെയ്തു. അതെന്നാ സൂക്കേടാ. TPM-കാർ ഇവിടെ മുണ്ടും ഇതുപോലെ ജിബായി ഇടുവുള്ളു. നല്ല വേഷമാ, നല്ല വേഷമാ, മാനിക്കപ്പെട്ട. ഞാൻ അമേരിക്ക ചെന്നപ്പം TPM-ന്റെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഫോട്ടോ കൊണ്ടു. എടാ, ഇവിടുത്തെ മെയിൻ പാസ്റ്ററും ബിൽസം പാസ്റ്ററും ചീഫ് പാസ്റ്റർ പാൻറ് ഇട്ട് ടൈയും കെട്ടിയിരിക്കുന്നത്. അതെന്താ സൂക്കാടാ? ബാവുച്ചാനാണോ? ഇല്ല, ജോച്ചാൻ. നാടോടുമ്പം നടുവേ ഓടുന്നതല്ല പെന്തിക്കോസ്. അതുകൊണ്ട് ഇൻ ചെയ്യുന്ന പാപമാണെന്ന് ഞാൻ പറയത്തില്ല, യോഗ്യമായിരിക്കണം. ഇറുകെ പറ്റിയ വസ്ത്രം, ഇക്കിളിപ്പെടുന്ന വസ്ത്രം, മറ്റുള്ളവരെ പിന്നെ പാട്ടുകാർ ഊശാന്താടി വെച്ചവനെ ഒന്ന് ടേയാറ്റത് സെൻട്രൽ പാസ്റ്റർ മോനാന്തിലും അടിച്ചിറക്കണം. അതിന് ആംബിയർ വേണം. നിന്റെ സെന്റർ. പ്രൈസ് ദ ലോർഡ്. മാന്യമായിട്ടും മര്യാദയ്ക്കും യോഗ്യമായിട്ടും വസ്ത്രം ധരിച്ച് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പെന്തിക്കോസുകാരാ കോസ്, എന്തോ കോസ്. പൗലോസ് റോമാലേഖനത്തിൽ അതൊന്നും എഴുതി പിടിപ്പിച്ചേക്കരുത് കേട്ടോ. സജീമത്തായി കാതേട്ട് ദോഷം ഒന്നും വെച്ച് വെക്കരുതേ. നല്ല കാര്യം എഴുതിക്കോണം, അടിച്ച് മിന്നിക്കോണം. കർത്താവ് വരാറായെന്ന് ഊശാന്താടി വെച്ചതിനൊന്നും തേജാ കയറ്റരുത്. ജീൻസ് 12 പോക്കറ്റ്, മാല് മള്ളി, കറുത്ത ബനിയന് ആരാധനയ്ക്ക് വന്ന് നിൽക്കുക. എന്നിട്ട് ഇവന്റെ മസില് അവനാ പറഞ്ഞ ശക്തിയോടെ ഒരിക്കൽ കൂടെ അടിച്ചിവനെയൊക്കെ ഓടിക്കേണ്ട കാലം കഴിഞ്ഞെന്ന്. എടാ, ഇത് പെന്തിക്കോസിന് വില കൊടുത്തവരുണ്ട്.
ഇതിന് ചോരയും നീരും കൊടുത്ത പിതാക്കന്മാരുണ്ട്. ഇതിന് വില കൊടുത്ത ദൈവ കുഞ്ഞുങ്ങളുണ്ട്. നീ കുട്ടിച്ചോറാക്കരുത് ഇതിനകത്ത് കയറി. യേശു വരാറായി. ലോകത്തിന്റെ മാലിന്യം ഒന്നും നിന്നെ പിടികൂടരുത്. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്ന് ഉന്നാല് ശുദ്ധയും ശുഭ്രയുമായ കാന്ത ചേർക്കാൻ യേശു വീണ്ടും വരും. വാട്ടം മാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കും. ഒരു മാറ്റം കൂടാതെ